ആദ്യത്തെ ടെസ്റ്റർ ആർട്ട് ശരിയായതിന് ശേഷം അടുത്ത ഒരെണ്ണമായിട്ട് ഞാൻ വീണ്ടും ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഡ്രൈ സിമെൻ്റാണ് എടുക്കുന്നത്. ഡ്രൈ സിമെൻ്റ് എടുത്ത് അത് നമുക്ക് വെള്ളത്തിലൊന്ന് കുഴച്ചെടുക്കാം. അതിൻ്റെ ഒപ്പം തന്നെ ഫെവിക്കോളും കൂടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി നല്ല പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കാം. വെള്ളം കൂടി പോയിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി ഡ്രൈ സിമെൻ്റ് ആഡ് ചെയ്യാം കേട്ടോ. എന്നിട്ട് ഇതുപോലത്തെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റിലേക്ക് നമുക്കത് മാറ്റാം. ഒരു കോൺ പോലെ ആക്കി എടുക്കാം. ഇനി വരച്ച് വെച്ചിട്ടുള്ള പാറ്റേണിലേക്ക് ഔട്ട്ലൈൻ ആയിട്ട് നമുക്കിത് കൊടുക്കാം കേട്ടോ. നല്ല തിക്കായിട്ട് തന്നെ കൊടുക്കുക. ഇനി ഒരു ബ്രഷ് എടുത്തിട്ട് നമുക്കിത് സ്പ്രെഡ് ചെയ്തെടുക്കണം. അങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ. ഡ്രൈ സിമെൻ്റാണ് ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി ഡ്രൈ സിമെൻറ്റ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പൗഡറും ഫെവിക്കോളും വാട്ടറും മിക്സ് ചെയ്തിട്ട് ചെയ്യാം കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈം ആണ് കേട്ടോ ഇത് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും അപാകതകൾ ഉണ്ടെങ്കിൽ എനിക്ക് സജഷൻസ് ഒക്കെ ഒന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. ഞാൻ ഒന്നും കൂടി ഔട്ട്ലൈൻ വരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആദ്യം ഞാൻ സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഔട്ട്ലൈൻ ഫുള്ളായിട്ട് പോയി. അപ്പോൾ രണ്ടാമത് ഒന്നും കൂടി ഞാൻ ഔട്ട്ലൈൻ മാത്രം ഒന്ന് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തെടുക്കുന്നത്. ഇതിൻ്റെ ഉണങ്ങുന്ന വരെ വെയിറ്റ് ചെയ്യാം കേട്ടോ. ഓരോ ദിവസം വെയിറ്റ് ചെയ്തപ്പോൾ തന്നെ നന്നായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിന് കളർ കൊടുക്കാം. ഞാൻ വാട്ടർ കളറാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. സെൻറ്ററിൽ ബ്രൗൺ കളറും എതിളുകൾക്കൊക്കെ യെല്ലോ കളറുമാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. ഫൈനൽ ഔട്ട്പുട്ട് കണ്ട് ഇഷ്ടമാണെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളുടെ സജഷൻസൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. താങ്ക്